ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഒരു അൺബോക്സിങ് ആയിക്കൊള്ളട്ടെ അല്ലേ. ക്രിസ്മസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും വിഷസൊക്കെ അയച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനപ്പം കഴിഞ്ഞ ദിവസം പർപ്പിളിൽ 2-3 ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. 2 ഐറ്റം ഇവയുടെയാണ്, ഒരെണ്ണം ഉള്ളൂ എൻ്റെ. അപ്പോൾ എൻ്റെ സെർക്കുട്ടി ഞാനും കൂടെ ഒരു അൺബോക്സ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമുക്കൊരു വീഡിയോൻ്റെ ഒരു വിഷയവും കൂടെ ആകുമല്ലോ, വീഡിയോയിൽ ഇടാൻ പറ്റിയൊരു വിഷയവും കൂടെ ആണല്ലോ. അൺബോക്സിംഗ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. ഞങ്ങൾക്ക് പൊതുവെ അൺബോക്സിങ് കുറവാണ്, പക്ഷേ വലിയൊരു അൺബോക്സിങ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു അൺബോക്സിങ് കാണിക്കുമെന്ന്. കഴിഞ്ഞ ക്ലീനിങ് ഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാം വരുമ്പം അത് ഞാൻ കാണിക്കാം കേട്ടോ. അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു പ്രശ്നം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു പാഴ്സലാണത്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാനത് പറയാം കേട്ടോ. അത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് എനിക്ക് പോലും പ്രോപ്പറായിട്ട് അറിയത്തില്ല, സംഭവം ഓക്കെ ആണോ എന്ന് പോലും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇത് വന്നിട്ട് നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ഗ്ലോസ് ആണ്. 12 hours ലാസ്റ്റിംഗ് എന്നൊക്കെയാണ് പറഞ്ഞത്. സംഭവം ശരിയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്തേ കുറച്ച് നേരത്തിന് അത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഷെയ്ഡ് കാണിച്ചു തരുന്നത്. പക്ഷെ ഞാനതിന് ശേഷം ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്തായിരുന്നു. കുറേ നേരം ചുണ്ടിൽ തന്നെ അത് ഉണ്ടായിരുന്നു. സംഭവം കൊള്ളാം. നല്ല ഒരു എന്താ പറയുന്നത്, ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം നമുക്കത് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമല്ല, ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊന്നും ഇത് വലിയ കാര്യമാവത്തില്ല. ഞാൻ പിന്നെ ഡാർക്ക് നോക്കി തന്നെ വാങ്ങിയതാണ്. ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്. 50+ ആണ്. നമ്മളുടെ ഇവയ്ക്കാണത്. വാട്ടർ മെലൻ്റെ ആയിട്ടുള്ളൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെന്നാണ് നമ്മൾ പറയണത്. ഞാൻ ഇതുവരെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇവ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറയുവാണ്, സൂപ്പർ ആയിരിക്കും, നന്നായിരിക്കും, യൂസ് ചെയ്തോ. കാരണം റിവ്യൂസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ എന്തോ ട്രിപ്പ് പോയപ്പം ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം അവൾക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളുടെ ക്രീം തീർന്നിരിക്കുവാണ്. എൻ്റെയാണ് അവളിപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം ആയിക്കൊള്ളട്ടെ, എന്തായാലും പുതിയത് വാങ്ങണമല്ലോ, അപ്പോൾ അത് വാങ്ങട്ടെ എന്ന് കരുതി. പിന്നെ ഇതും അവളുടെ തന്നെയാണ്. ഒരു ഡേറ്റ് ആൻഡ് ഗ്ലോ ഫേസ് മാസ്ക് ആണ്, ഗുഡ് വൈബ്സിൻ്റെ ആണ്. 115 റുപ്പീസേ ഉള്ളൂ കേട്ടോ. സംഭവം ഇതും ഞാൻ അവൾക്ക് എപ്പോഴും ഫേസിൻ്റെ ആ ഒരു മാസ്ക് ആണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. ഇത് പൗഡേർഡ് ആയിട്ടുള്ള മാസ്ക് ആണ്, നന്നായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ കുറച്ച് ഞങ്ങളുടെ ആൻറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ കോളാമ്പി, ഈ ഓടുവിളക്ക്, പിന്നെ ഈ കിണ്ടി, ആ 2 വിളക്കിന് ഒരു 25 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പക്ഷേ ഈ കോളാമ്പിക്കും അതേപോലെ തന്നെ കിണ്ടിക്കും അതേപോലെ തന്നെ നമ്മുടെ ഓടുവിളക്കിനൊക്കെ ഒരു 57 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ തറവാട്ടിലെ ആയിരുന്നു. അപ്പം തറവാട്ടിൽ അടുത്ത നമുക്കങ്ങനെ ഒരു സംഭവം ഉണ്ട്, അടുത്ത ഒരു ആൾക്ക് അത് കൈമാറും. അപ്പോൾ എൻ്റെ കയ്യിലേക്കാണ് വന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതെല്ലാം നമുക്ക് പുറത്ത് കൊടുത്ത് തന്നെ പ്ലേറ്റ് ചെയ്യിക്കണം. യൂസ് ചെയ്യാണ്ടിരുന്നതിൽ ക്ലാവ് പിടിച്ചു. ഞാനപ്പം അതിൽ മറ്റേ ലിക്വിഡ് പോളിഷൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ അത്രയും വർക്കൗട്ട് ആയില്ല. ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇത് മാറി എന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്കും തോന്നുള്ളൂ. അല്ലാതെ ആ ഒരു ഒറിജിനലായിട്ടുള്ള ആ ഗ്ലോയൊന്നും വരില്ല. കാരണം എത്ര വന്നാലും നമ്മളത് സംഭവം പുറത്ത് കൊടുത്ത് ചെയ്യിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് അറിയാവുന്നൊരു ഷോപ്പുണ്ട്, അത് വന്നിട്ട് തൃപ്പൂണിത്തറയിലാണ്. അപ്പോൾ അവിടെ കൂടി തന്നെ ചെയ്യിക്കാമെന്ന് കരുതി. അല്ലാതെ നമ്മൾ ചെറിയ ഷോപ്പിലൊക്കെ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം അവിടെ നമ്മളുടെ പ്രസൻസിൽ തന്നെയാണ് അവർ ചെയ്ത് തരുന്നതും. അപ്പോൾ പുള്ളി വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കുറേ നാളായി ഇതൊക്കെ കിട്ടിയിട്ട്, പക്ഷേ ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇത് കൊണ്ട് നടന്നത് പോളിഷ് ചെയ്യിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. പോളിഷല്ല, പ്ലേറ്റ് ചെയ്യിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്കിത് എന്തോ അങ്ങനെ തോന്നി ഒന്ന് എടുത്തിട്ടൊന്ന്. കാരണം നെക്സ്റ്റ് മന്ത് ഇത് കൊണ്ടുപോയിട്ട് ഇത് ചെയ്യിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ ആ ഭാഗത്തുനിന്ന് ചെയ്യുന്ന പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല എന്താ പറയണത്, അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരാൾക്ക് തോന്നരുതല്ലോ ഇത് എന്താ നിറച്ചും ഇതിൽ പൊടിയെന്ന് തോന്നരുതല്ലോ. അപ്പോൾ അതായത് എൻ്റെ അമ്മാമ്മയുടെ അപ്പൻ അവരുടെ തറവാട്ടിൽ അമ്മൂമ്മയ്ക്ക് കൊടുത്തതാണ്. അങ്ങനത്തെ ഒരു പാരമ്പര്യം എനിക്ക് തോന്നുന്നു. മോർ ദാൻ 56 ഇയേഴ്സിനെക്കാട്ടിലും പഴക്കം ഉണ്ടാവണം ഈ കിണ്ടിക്കും അതേപോലെ തന്നെ കോളാമ്പിക്കും കേട്ടോ. പിന്നെ ഓടുവിളക്കിനും അത്ര തന്നെ പഴക്കമുണ്ട്. പക്ഷേ വിളക്ക് 2 10-25 വർഷത്തെ പഴക്കം അതിന് കാണുള്ളൂ. അതിന് ഈ പറഞ്ഞ കാലയളവ് വർഷത്തെ പഴക്കമൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമല്ലാണ്ടില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മൾ അതിൻ്റെ രീതിയിൽ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടല്ലോ. എൻ്റെ അമ്മ സൂക്ഷിച്ച് വെച്ചതാണിത് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അതമ്മ അങ്ങനെയാണത് നമ്മളുടെ
അടുത്ത അവകാശിക്ക് ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഈ വീട്ടിൽ നിൽക്കുന്നത് ആരാണോ അവർക്ക് ഇത് പോകും. അങ്ങനത്തെ ഒരു ഇത് അറിയില്ല. ഇനിയിപ്പോൾ കുട്ടികൾ അത് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയില്ല. നമ്മളത് അവർക്ക് വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇത് നിങ്ങൾ വേറൊരു രീതിയിലും ഇത് സെയിൽ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്, ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം അവരുടെ കയ്യിലിരിക്കുന്ന, നമ്മളുടെ കയ്യിലല്ലല്ലോ മറ്റു കാര്യങ്ങൾ ഇരിക്കുന്നത്. നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിന് വിശപ്പ് വന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറൊരു വീഡിയോ ആണ് ആക്ച്വലി ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ വീഡിയോ നമ്മൾ വിചാരിച്ചു വൈകിട്ട് ചെയ്യാമെന്ന് കരുതി. ഞാനാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ കൂടെ ആയിട്ടിരിക്കുക കേട്ടോ, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. രാവിലെ എണീറ്റു, ഒന്ന് ബ്രഷ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പർപ്പിളിലെ പാഴ്സൽ വന്നു, അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അകമെല്ലാം ക്ലീനാക്കി കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാനിത് നമ്മുടെ ഇൻവെർട്ടർ സ്പേസിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. ഇതെടുത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ തോന്നി. എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ വീടിൻ്റെ ഗാർഡനിങ് ഒക്കെ ചെയ്യാനൊക്കെ കമൻറ്റ് ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ. അത് ഞാൻ ചെയ്യാത്ത വേറൊന്നും അല്ല, കണ്ടില്ലേ എല്ലാം ഉണങ്ങിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞങ്ങൾ ഇതിലൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കും ഈവനിങ്ങിനും, അത് മോർണിംഗിന് ചെയ്യാറില്ല. അത്രേ കാര്യം ചെയ്യാറുള്ളൂ. കാരണം ചെടികൾ ഏകദേശം പോയിട്ടുണ്ട്. ഇപ്പം നേരത്തെ കാണിച്ച ഏരിയയിലിരിക്കുന്നത്, ഈ ഏരിയയിലിരിക്കുന്ന ചെടികൾക്ക് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിലധികം വെയിലങ്ങോട്ട് കാര്യമായിട്ട് ഏക്കാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പുറത്തെ ഏരിയയിലെല്ലാം ചീത്തയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ചെടികൾ വാങ്ങിച്ചിട്ട് ഗാർഡനിങ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് വരുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഏരിയയിലോട്ടൊക്കെ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പം നിറച്ചും പിന്നെയും പൊടിയും അതും ഇതൊക്കെ വന്നിട്ട് വീണ്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തവണ്ണം നമുക്കായിപ്പോവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ രീതിയിൽ നമുക്കൊന്ന് ഗാർഡനിങ് ചെറുതായിട്ട്, കൂടുതലൊന്നും ചെയ്യുന്നില്ല, സെറ്റ് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ തന്നെ ചെയ്യുന്നുള്ളൂ കേട്ടോ, നമ്മൾ ലാൻഡ്സ്കേപ്പിനൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം അതിനുള്ള ബഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിലില്ല, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഒന്നും ഞങ്ങൾ ചെയ്യാത്തത്. ഗാർഡനിങ് വീഡിയോ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഈവനിങ്ങിൽ ഒന്ന് നനയ്ക്കും, അത്രേ ഉള്ളൂ. നനച്ചു കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നോക്കാം, നമുക്ക് എന്തെങ്കിലും രീതിയിൽ അതിനെ പൊക്കിക്കൊണ്ട് വരാൻ കുറേ ശ്രമിച്ചു. പക്ഷേ ഉണങ്ങിപ്പോയ ചെടികൾ അങ്ങോട്ട് ഹെൽത്ത് വെക്കുന്നില്ല അവർക്ക്. കാരണം ഇവിടെയൊക്കെ ആ ടൈലിൻ്റെ വർക്കും അതുപോലെ തന്നെ നമ്മുടെ കാർപോർച്ചിൻ്റെ വർക്കൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പൊടിയും സിമെൻറ്റൊക്കെ ആയി അതിന് ഞങ്ങൾ നോക്കാണ്ടായി. എല്ലാം അവിടെ ഇവിടെയൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചു. അന്നേരം അപ്പോൾ നമ്മൾ അതിനെ നോക്കാതിരുന്ന് കൊണ്ടിട്ടാണോ അത്ര അതിനെ പറ്റിപ്പോയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ആ ചെടികളൊക്കെ അത്ര സുഖമുണ്ടായിരുന്നില്ല ആ ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന ഏരിയയിൽ. അന്നേരം തന്നെ അതിങ്ങനെ ഉണങ്ങാനൊക്കെ തുടങ്ങിയായിരുന്നു. ബിക്കോസ് എന്താണെന്ന് എനിക്കറിയില്ല, എന്ത് പ്രശ്നമാണ്, വെയിൽ കൊള്ളലിൻ്റെ ആണോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ആണോ, എന്തൊക്കെയോ ഒരു പ്രശ്നം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഇതിപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ വളർന്ന് വരട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് പുതിയ ചെടികൾ കുറച്ച് പെയിൻറ്റിങ് വർക്ക്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ല ഉച്ചവെയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നല്ല വെള്ളം കുടിക്കാനുള്ള കൊതിയുണ്ട്. അപ്പം നാരങ്ങ വെള്ളം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അകത്ത് എന്നിട്ട്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ലിക്വിഡ് പോളിഷ് ഇട്ടിട്ടാണ് ആദ്യം ഇവനെ ഞാൻ കുറച്ചൊന്ന് പോളിഷ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ, കാരണം നല്ല രീതിയിൽ ക്ലാവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിളക്കിൽ പിന്നെ കുറച്ച് ലിക്വിഡ് പോളിഷ് ഏറ്റു എന്ന് വേണം പറയാൻ. പക്ഷേ എൻ്റെ ആ ഭയങ്കര വർഷത്തെ പഴക്കമുള്ളതിൽ ലിക്വിഡ് പോളിഷ് ഇട്ടിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ പിന്നെ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ സാറ് എൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ഇവയാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം വർക്ക് അവളുടെ അടുത്തേക്ക് പോയി. അവൾ പറഞ്ഞു അമ്മ ചെയ്തത് വൃത്തിയായിട്ടില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമാതിരി പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ക്രിസ്മസും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ വലിയ വിഭവസമൃദ്ധമായ ക്രിസ്മസ് ആയിരുന്നില്ല. അപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിലും ബീഫ് കഴിച്ചിട്ട് കുറേ നാളായില്ല. അപ്പം സെറയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, സെറയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവ ബീഫ് കഴിച്ചിട്ട് ഇവയ്ക്കാണെന്നുണ്ടെങ്കിൽ കണ്ണെല്ലാം ചൊറിഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവൾക്ക് തൈരും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഡയറക്റ്റ് തൈര് കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് പ്രശ്നം വരും. അങ്ങനെ ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കിയത്. അവൾ പറഞ്ഞു ഇനി മേലാൽ ബീഫും കാര്യങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ ബീഫ് ഇരിക്കുന്നുണ്ട്. ഞാനന്ന് 1.5 കിലോയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 2 കവറായിക്കാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം 1 കിലോ ഇവയ്ക്ക് മാത്രം 1 കിലോ അവൾ കഴിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം ഇനിയിപ്പോൾ സാം വരുമ്പം അതിഞ്ഞും കുക്ക് ചെയ്യണം, കാരണം സാം അടുത്ത് തന്നെ വരുമല്ലോ. അപ്പോൾ പിന്നെ പുതിയതായിട്ട് പോയിട്ട് വാങ്ങണ്ടെന്ന് കരുതി കുക്ക് ചെയ്യാണ്ട് ഞാൻ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് കഴിച്ചിട്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഇത്തിരി സുഖക്കുറവായിരുന്നു. കാരണം അവൾക്ക് ഭയങ്കര കണ്ണൊക്കെ ചൊറിഞ്ഞ് അവൾ പറഞ്ഞു എനിക്കിഞ്ഞും തരല്ലേ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു കഴിക്കാണ്ടായിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോഴേ വാങ്ങത്തുള്ളൂ കാര്യമായിട്ട്, അല്ലെങ്കിൽ ചിക്കൻ മാത്രമേ വാങ്ങാറുള്ളൂ, മീൻ വാങ്ങാറേ ഇല്ല. മീൻ പിന്നെ കൂന്തലാണ് ഇഷ്ടമുള്ളത്
ഉള്ളത് ഇവയ്ക്ക് അത് കിട്ടിയതുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിനി കൂന്തലും വേണ്ട, കുറച്ച് ദിവസത്തേക്ക് ഇനി എനിക്ക് ഇത് മതി, പച്ചക്കറി മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ ഇന്നിപ്പം ഞാനിപ്പോൾ മോരുചാറാണ്. അപ്പോൾ മോരുചാറിൻ്റെ കൂടെ ചിക്കൻ വറുത്തരാന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും തന്നെ വിശപ്പില്ല. കാരണം രാവിലെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു, ഞാനാണെങ്കിൽ നൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ ആയക്കൂടെ വയറൊക്കെ നിറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ആ ഒരു രൂപം. പക്ഷേ ഈ രൂപം കണ്ടപ്പോൾ ഇവയ്ക്ക് അത്ര വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അവൾ പറഞ്ഞു തീരെ വൃത്തിയില്ല, കഴുകിയിട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ കഴുകാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവയാട്ടോ ചെയ്തത്. അപ്പോൾ അതൊന്നും കൂടി ക്ലീൻ ചെയ്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഭയങ്കര ഭംഗിയല്ല, അത്രയും ഭംഗിയാവില്ല, അത് പ്ലേറ്റ് ചെയ്തേ പറ്റൂ. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ തമ്മിലുണ്ട് അതിൻ്റെ ഏകദേശം ഫോട്ടോസും കാര്യങ്ങളൊക്കെ, ഞാനത് ഇടാം കേട്ടോ. പിന്നെ വന്നിട്ട് ചെറുനാരങ്ങ വെള്ളം ഒരെണ്ണം കുടിക്കാമെന്ന് കരുതി. എല്ലാ പണിയും കഴിഞ്ഞ് എന്താ പറയണത്, ആകെ ഫെഡപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറും കറിയും എല്ലാം റെഡിയാണ്. പക്ഷേ ഇവർക്ക് ആർക്കും ചോറും കറിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, ഫ്രഷ് ലൈം മതി എന്ന് പറഞ്ഞു. അപ്പം ഫ്രഷ് ലൈം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇവ പറഞ്ഞു കുറച്ച് നമ്മൾ മറ്റേ സർബത്ത് വാങ്ങിച്ചു വെക്കാറുണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ അത് തീരാറെയായി. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കി കുടിക്കുന്ന പതിവുള്ളത് കൊണ്ടിട്ട് അത് തീരാറെയായി. പുതിയത് വാങ്ങിച്ചിട്ടുമില്ല, ഞാൻ വിട്ടുപോയിട്ടോ അത് വാങ്ങാൻ, അതാണ് സംഭവം. അങ്ങനെ ഞാൻ പിന്നെ അതും ചെറുനാരങ്ങയും കൂടെ ഞങ്ങൾക്ക് 3 പേർക്കും വന്നപ്പോൾ ഒരെണ്ണം കഴിച്ചപ്പോഴാണ് കേട്ടോ തല നേരെയായത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയല്ലേ, ഈ ചൂടത്തുനിന്നൊക്കെ വരുമ്പം നമ്മൾ എത്ര ഷേക്ക് അല്ലെങ്കിൽ എത്ര ചായ കുടിച്ചാൽ പിന്നെ കുറച്ചും കൂടി തലയ്ക്ക് സുഖം ഉണ്ടാവും. അല്ലാണ്ട് ഈ മധുരമുള്ള ഷേക്കോ കാര്യങ്ങളോ ഒന്നും കുടിക്കുന്നതിനേക്കാട്ടിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളൊരു ലൈം നമ്മൾ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ കടാഹം തൊട്ടിട്ട് ഇങ്ങനെ ഒരു തണുക്കുന്നൊരു ഫീലിംഗ് വരത്തില്ലേ, നല്ല തണുത്ത ലൈം കുടിക്കുവാണെങ്കിൽ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്കിത് കുടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. സംഭവം കണ്ടോ, ശോകം അല്ലേ, തീർന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുലുക്കി. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു വിശപ്പും തോന്നണില്ല, ഇത്ര നേരമായിട്ടും വിശപ്പില്ല. 2:30 കഴിഞ്ഞു. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നത്, ഇപ്പോൾ ചെറുനാരം കുടിച്ചപ്പോൾ ഒട്ടും വിശക്കുന്നതുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് പരിപാടിയുണ്ട്. വൈകുന്നേരം ഞാൻ അന്ന് ക്ലീനിങ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മൾ പെൻഡിങ് ഉണ്ടായിരുന്നു. നമ്മൾ ലിവിങ് റൂം മാത്രം ക്ലീൻ ചെയ്തിട്ടുള്ളായിരുന്നു, ഡൈനിങ് ക്ലീൻ ചെയ്തിട്ടില്ല. ഡൈനിങ്ങിൻ്റെ നമ്മളുടെ ഇതിലൊക്കെ മറ്റേ എന്താ പറയണത്, കുഞ്ഞി ആ ഷോക്കേസിലൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടി തട്ടി കളയണം. അപ്പോൾ പിന്നെ ജനുവരി 1 വരുമല്ലോ, അതിന് മുന്നേ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങൾ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ വ്ളോഗായിട്ട് എടുത്തിടാം കേട്ടോ. അപ്പം വേറെ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഗാർഡനിങ്ങിൻ്റെ പറഞ്ഞത് അതാണ്. ഗാർഡനിങ് ഇപ്പോൾ ചെയ്യാൻ നമുക്ക് വേറെ നിവൃത്തിയില്ല. ഗാർഡനിങ് ഇപ്പോൾ നമ്മൾ പുതിയതൊരെണ്ണം വെച്ചാലും ഇനിയും പണികൾ വരുമ്പോൾ പിന്നെയും അതിനെ നോക്കാതെ പിന്നെയും ആ ചെടികളൊക്കെ ചീത്തയായി പോവും. അപ്പോൾ ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഭംഗിയായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ആ പണിക്ക് ഇപ്പോൾ പോകാത്തതല്ലേ നല്ലത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനത്തെ വ്ളോഗ്സ് ചെയ്യുന്നത്. ട്രാവലിംഗ് വ്ളോഗ്സ് അത്യാവശ്യം എന്നെ കൊണ്ടാവുന്ന വിധം ഈ വരുന്ന മാസം വരെ ഇടാൻ പറ്റുന്നത് ഞാൻ ഇടാം കേട്ടോ. വരുന്നുണ്ട് ചെറിയ ട്രാവലിംഗ്, നമ്മളുടേതായ ട്രാവലിംഗ്, ഭയങ്കര ലോങ് ജേർണി ഒന്നുമല്ല, ലോങ് ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, ചെറിയ ട്രാവലിംഗ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയാനുള്ളത്, അങ്ങനെ ചെറുനാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ സെറമോൾ ആദ്യം വന്നു. സെറമോൾ അങ്ങനെ അധികം വെയിലത്ത് നിന്നില്ല, അവൾ അകത്തോട്ട് കയറിപ്പോയി. ഇവയായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തത് കേട്ടോ. ഈ പ്രാവശ്യം നന്നായിട്ട് അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെറുനാരങ്ങ വെള്ളം കുടിച്ചിട്ട് വളരെ സന്തോഷമായി. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ പറയാവേ. ഞാൻ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാനത് മറുപടി പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഞാനതിൽ എഴുതി പിടിപ്പിച്ചില്ല, കാരണം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ ഹാർഷായിട്ട് ഫീൽ ചെയ്താലോ. അപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടും കൂടിയാണ് പറയുന്നത്, അദ്ദേഹമാണോ ആരാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വ്ളോഗിൽ ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിൽ കൂടുതലും ഞാൻ ഇനിയിപ്പോൾ നാച്ചുറൽ ആക്കിയാൽ അത് ആർട്ടിഫിഷ്യലായി പോവും. അത്രയൊക്കെ ഉള്ളൂ. ബൈ, സീ യു.